ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ബോട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന മൈൻ ചെയ്യുന്ന ബോട്ടിൽ എങ്ങനെ ടൺ വോൾട്ടായിട്ട് നമുക്ക് എങ്ങനെ അത് ബൈൻഡ് ചെയ്യാം എന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ബോട്ട് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ബോട്ട്, ബൈൻഡിങ് ബോട്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് മൈൻഡ് ചെയ്യുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെ ടൺ വോൾട്ടായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ എയർ ഡ്രോപ്പ് എന്നൊരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതേ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണക്ട് യുവർ ടൺ വോൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് യുവർ ടൺ വോൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ഇതിൽ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ടൺ വോൾട്ടിൻ്റെ ഏതെങ്കിലും ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേതെങ്കിലും ഒന്ന് വെച്ച് ക്ലിക്ക് ചെയ്ത് കയറിയാൽ മതി. അല്ല, ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ വോൾട്ട് ആൻഡ് ടെലിഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതിന് ക്ലിക്ക് ചെയ്തിട്ട് കണക്ട് വോൾട്ട്. ഇപ്പോൾ നമ്മുടെ വോൾട്ട് കണക്റ്റായി. ജസ്റ്റ് ഇത്ര നേരത്തെ കാര്യമുള്ളൂ, കൂടി പോയൊരു 10 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കാര്യം, നമ്മുടെ വോൾട്ട് കണക്റ്റായി. ഇനിയിപ്പോൾ ടെലിഗ്രാം വോൾട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ടെലിഗ്രാം വോൾട്ടിൽ നിന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ടെലിഗ്രാം വാലറ്റ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ടൺ കോയിൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സെൻഡ് ചെയ്യണമെങ്കിലോ എല്ലാം സ്വാപ്പ് ചെയ്യണമെങ്കിലോ എല്ലാ ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ റിസീവ് ചെയ്യാനാണെങ്കിലോ എല്ലാ കാര്യങ്ങളും ഓരോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ടൺ കോയിൻ എടുക്കാം. ടൺ കോയിൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ സ്വാപ്പ് ചെയ്യാൻ എല്ലാ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് റിസീവ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇതാക്കിയിരിക്കണം. അതായത് അവരായിട്ടൊരു ബൈൻഡ് ചെയ്തേക്കണം. നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തിട്ട് വേണം ജസ്റ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് റിസീവ് ചെയ്യുകയാണെങ്കിലോ സെൻഡ് ചെയ്യുകയാണെങ്കിലോ ഈ വക കാര്യങ്ങളെല്ലാം നമ്മളിതിനകത്ത് നമ്മുടെ ഇൻഫോർമേഷനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്തെടുക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ റിസീവ് പിടിച്ചൊക്കെ കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ അഡ്രസ്സ്. ഈ അഡ്രസ്സിലോട്ടാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ, നമുക്ക് റിസീവ് ചെയ്യാൻ. അതായത് വേറൊരാൾക്ക് നമ്മുടെ കോയിനോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഹാംസ്റ്റർ കോമ്പാക്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് ടൺ കോയിനായിട്ട് ടൺ വാളറ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിസീവ് ചെയ്യാൻ അവരുടെ സ്കാനർ വേണം. ആ സ്കാനർ ജസ്റ്റ് നമ്മൾ ഈ QR കോഡിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ അഡ്രസ്സ് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പം ഇത്രയും കാര്യമുള്ളൂ. പോയൊരു 3 മിനിറ്റത്തെ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ടൺ വോൾട്ടായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. വേറൊരു പ്രശ്നവുമില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഞാൻ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാറില്ല, വീഡിയോ ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.